BDJS സംസ്ഥാന അധ്യക്ഷനും NDA സംസ്ഥാന കൺവീനറുമായിട്ട് തുഷാർ വെള്ളാപ്പള്ളി ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. വളരെ ആകാംക്ഷയോടുകൂടി എല്ലാവരും ഉറ്റുനോക്കിയെന്ന ഒന്നായിരുന്നു BDJSന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം. എന്നാൽ 2 സീറ്റുകളിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുകയും മറ്റ് 2 സീറ്റിൽ ഒരു സർപ്രൈസ് നിലനിർത്തുകയും ചെയ്തിരിക്കുന്നത് എന്താണ്? പ്രത്യേകിച്ചൊന്നുമില്ല. കാരണം ഞങ്ങൾ ഈ 2 സ്ഥലങ്ങളിലുമുള്ള അവിടെയുള്ള മതനേതാക്കന്മാരും ഒക്കെ ആയി ഒന്ന് സംസാരിക്കേണ്ടതുണ്ട്. അതുകൊണ്ടൊന്ന് ഫൈനലായിട്ട് ഞങ്ങൾ അവർ ഡിസ്കസ് ചെയ്ത ശേഷം ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ ഞങ്ങൾ ഡിക്ലെയർ ചെയ്യും. കോട്ടയത്ത് താങ്കൾ വരുമോ എന്നുള്ളതാണ് ഇപ്പോൾ അവശേഷിക്കുന്ന ഒരു ചോദ്യം. വരാതിരിക്കാം. അതിപ്പം 2 സീറ്റും ഡിക്ലെയർ ചെയ്യാനല്ലേ. അപ്പം ഞാൻ ഇവരൊക്കെ ആയിട്ടൊന്ന് ഡിസ്കസ് ചെയ്ത് അവരുടെയും കൂടെ ഒക്കെ അഭിപ്രായം അറിഞ്ഞ ശേഷം ഇവിടുത്തെ സ്ഥാനാർത്ഥികൾ ഡിക്ലെയർ ചെയ്യാമെന്ന് പറയുന്നതിന് കാരണം അതാണ്. സംസ്ഥാനത്ത് ഇപ്പോൾ ഒരു NDAയുടെ ഒരു വിജയ സാധ്യത ഏത് തരത്തിലാണ് വിലയിരുത്തുന്നത്? അവിടെ 5-6 സീറ്റുകൾ ശക്തമായിട്ടുള്ള മത്സരങ്ങൾ നടക്കുന്നത് നമുക്കൊക്കെ അറിയാവുന്നതാണ്. അതിലെ മിക്ക സീറ്റുകളും ജയിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. പഴയ ഒരു അവസ്ഥയല്ലല്ലോ ഇപ്പോൾ ഉള്ളത്. കാര്യം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 100% NDA ഗവൺമെൻറ്റാണ് വരാൻ വേണ്ടി പോകുന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ആർക്കുമില്ല. ഇപ്പം 40 സീറ്റാണോ 38ആണോ 36ആണോ കോൺഗ്രസിന് കിട്ടുന്നുള്ള സംശയം മാത്രമേ അവർക്കുള്ളൂ. NDAയെ സംബന്ധിച്ചുള്ള 400 ആണോ 402 ആണോ 404 ആണോ എന്നുള്ളത് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലുള്ള മുഴുവൻ ജനങ്ങളും മനസ്സിലാക്കുന്ന ഒരു ജയിക്കുന്ന മുന്നണിയോടൊപ്പം അല്ലാതെ, പ്രത്യേകിച്ച് മലയാളികൾ നമുക്കറിയാമല്ലോ, ബുദ്ധിയുള്ളവരാണ്. ജയിക്കുന്ന ഒരു സംഘടനാ സംവിധാനത്തിൻ്റെ ജയിക്കുന്ന ആളുകൾ ജയിപ്പിച്ചു വിട്ട് അവിടുന്ന് കിട്ടേണ്ട ഗുണങ്ങൾ, കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടേണ്ട ഗുണങ്ങൾ കേരളത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് മലയാളികളായിട്ടുള്ള ബുദ്ധിയുള്ള വോട്ടർമാർ ചെയ്യുള്ളൂ. അതാണ് കേരളം നടക്കാൻ വേണ്ടി പോകുന്നത്. BDJSന്റെ സാധ്യത എത്ര സീറ്റുകളുണ്ട് എന്നാണ് ഒരു വിലയിരുത്തുന്നത്? ഏത് തരത്തിലായിരിക്കും അതിൻ്റെ ഒരു പെർഫോമൻസ്? ഞങ്ങൾ 4 സീറ്റിലും ശക്തമായിട്ടുള്ള ത്രികോണ മത്സരം തന്നെയാണ് ചെയ്യുക. നിങ്ങൾ എപ്പോഴും നോക്കിയാലും ഞങ്ങൾക്ക് ഏറ്റവും മോശമായ സീറ്റിൽ പോലും ഞങ്ങളുടെ പ്രചരണ രംഗത്തോ അല്ലെങ്കിൽ ഞങ്ങളുടെ അവിടുത്തെ ഒരു തരത്തിലുള്ള പിന്നോക്കാവസ്ഥ ഞങ്ങൾ കാണിക്കാറില്ല. ഞങ്ങൾ ശക്തമായി തന്നെയാണ് മത്സരിക്കാറുള്ളത്. തീർച്ചയായും ഇപ്രാവശ്യം 4 സീറ്റിൽ മത്സരിക്കുന്നെങ്കിൽ 2 സീറ്റിലെങ്കിലും ഞങ്ങൾക്ക് ജയിക്കാൻ പറ്റും എന്നുള്ള തരത്തിലാണ് ഞങ്ങളുടെ പ്രവർത്തനം കൂടുതൽ ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഒരേ മുന്നണിയിൽ പ്രവർത്തിക്കുമ്പോൾ പോലും PC ജോർജിനെ പോലുള്ള ആളുകളുടെ ചില വർത്തമാനങ്ങൾ BDJSനെ പോലുള്ള പാർട്ടികൾക്ക് അലോരസം ഉണ്ടാക്കുന്നുണ്ടോ? ആരാണ് PC നിയന്ത്രിക്കേണ്ടത്? അത് BJP അല്ല നിയന്ത്രിക്കണം. ഞങ്ങൾക്ക് അതിന് അഭിപ്രായം പറയേണ്ട ആവശ്യമില്ലല്ലോ. അത് BJP അവർ കണ്ട് അറിഞ്ഞ് പെരുമാറുമെന്ന് എനിക്കറിയാം, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം അതിന് ഒരു ദേശീയ പാർട്ടിയാണ്, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയാണ്. അവരെ സംബന്ധിച്ചോളം വളരെ അച്ചടക്കത്തോടു കൂടെ അല്ലാതെ ഇങ്ങനെയുള്ള അലമ്പുകൾ ഉണ്ടാക്കുന്ന ആളുകളെ നിയന്ത്രിക്കാൻ വളരെ വ്യക്തമായി അറിയാവുന്ന ആളുകളുമാണ്. അത് അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തോളും. ഞങ്ങൾ അതിനകത്ത് ഇടപെടാൻ വേണ്ടി പോകുന്നില്ല. ഈ ഒരു വിജയസാധ്യതകളെല്ലാം പരിഗണിക്കുമ്പോൾ പ്രത്യേകിച്ച് കോട്ടയത്ത് താങ്കളെപ്പോലുള്ള സ്ഥാനാർത്ഥി എത്തുമെന്നുള്ള ചോദ്യം വീണ്ടും ഞാൻ ആവർത്തിക്കാം. പ്രത്യേകിച്ച് കേരള കോൺഗ്രസുകൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ അവിടെ താങ്കളുടെ സ്ഥാനാർത്ഥി ഉണ്ടാക്കാൻ പോകുന്ന ചില ഇളക്കങ്ങൾ, ചില പാർട്ടികളുടെ അടിത്തറ ഇളക്കമെന്നുള്ള വാർത്തകളൊക്കെ കൂടി ചേർത്ത് വായിച്ചുകൊണ്ട് അതിനെ നമുക്ക് എങ്ങനെ കാണാൻ? നമുക്കിപ്പം 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ മറുപടി പറയുന്നതല്ലേ നല്ലത്. ആരെ വേണം, ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇത് ആരാണ് നിങ്ങൾക്ക് താല്പര്യം, നിങ്ങളുടെ കൊണ്ടൊരു അഭിപ്രായം അറിഞ്ഞ ശേഷം മാത്രം ഞങ്ങൾ ഡിക്ലെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള ഒരു അനുഗ്രഹം വാങ്ങിച്ച ശേഷം മാത്രമേ ഞങ്ങൾ ചെയ്യൂ. 2 ദിവസം കോട്ടയത്ത് വെച്ച് തന്നെ 2 ദിവസം കോട്ടയത്ത് വെച്ച് തന്നെ ആയിരിക്കും. ഏതായാലും BDJSന്റെ അവശേഷിക്കുന്ന 2 സീറ്റുകൾ, പ്രത്യേകിച്ച് കോട്ടയത്തും ഇടുക്കിയിലും സ്ഥാനാർത്ഥി പ്രഖ്യാപനം 2 ദിവസം ഉണ്ടാകുമെന്നാണ് തുഷാർ വെള്ളാപ്പള്ളി വ്യക്തമാക്കിയിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് കളത്തിപ്പടിക്കൊപ്പം റിപ്പോർട്ടർ പ്രശാന്ത് തോട്ടുങ്കൽ, ഇൻ റിപ്പോർട്ടർ, കോട്ടയം.